സത്യത്തിൽ ആ പെൺകുട്ടി ആ ഒരു ജനലോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത മണ്ണ് തറയിൽ ഇരിക്കുന്ന ആ സ്ഥലത്ത് ആ കൂട്ടായ്മ നടത്തുന്നത് അവൾക്ക് വലിയ ഡിഗ്രി ഇല്ലാത്തത് കൊണ്ടാണ്. നല്ല ഡിഗ്രിയുള്ള പലരെയും കണ്ടു. പലരും സുവിശേഷ വേലയ്ക്കായി നല്ല ഉത്സാഹത്തോടെ കടന്നു വന്നു. എന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ഒക്കെ വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്, എൻ്റെ കരിയർ ഇങ്ങനെ അവസാനിക്കാനുള്ളതാണോ? ഈ എഴുത്തും വായനയും അറിയാത്തവരുടെ അടുക്കൽ ആണോ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ തീർക്കേണ്ടത്? എനിക്കൊരു ഭാവിയില്ലേ? അത് അവരുടെ മാത്രം ചിന്തയല്ല. അവരെ പഠിപ്പിച്ചവർ, വേദപുസ്തകം പഠിപ്പിച്ചവർ, അവർ ചോദിക്കുകയാണ്, നിനക്കൊരു ഭാവിയുണ്ട്, നീ അടുത്ത ഡിഗ്രി എടുക്കണം, അതിനുശേഷം നീ ഡോക്ടറേറ്റ് എടുക്കണം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലത്തെ അനുഭവം പറഞ്ഞാൽ ഉയർന്ന വിദ്യാഭ്യാസം കിട്ടിയ ഏതാണ്ട് ഒരാൾ പോലും സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ പ്രവർത്തിക്കുവാൻ, അവിടെ താമസിച്ച് പ്രവർത്തിക്കുവാൻ, 10, 20, 30 വർഷങ്ങൾ ജീവിതകാലം മുഴുവൻ താമസിച്ച് പ്രവർത്തിക്കുവാൻ ഏതാണ്ട് ആരും വരുന്നില്ല, ഏതാണ്ട് ആരും തയ്യാറല്ല എന്നുള്ളതാണ് സത്യം.